ഇനി ഒരിക്കൽ കൂടി അങ്ങനെയൊന്നും പറയല്ലേ അല്ലോ. ചിന്തിക്കാൻ പോലും ചെയ്യല്ലേടാ. കർത്താവ് പോലും പൊറുക്കൂലടാ നമ്മളോട്. അന്ന പദം പറഞ്ഞ് വീണ്ടും കരയുന്നു. പാർത്തി അവളെ സമാധാനിപ്പിക്കാൻ എന്നപ്പോൾ തോളിൽ തട്ടിക്കൊണ്ടിരുന്നു. പറഞ്ഞുപോയ വാക്കവനെ തീച്ചൂളയിലെ അഗാധഗർത്തത്തിലേക്ക് തള്ളിവിടുന്നത് പോലെ. അലോഷി കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോർ തുറന്ന് മെയിൻ ഡോക്ടറും പിന്നാലെ കാത്തുവും ഇറങ്ങി വന്നതും അന്നയും അവൾക്കടുത്തിരുന്ന മായയും പിടഞ്ഞെഴുന്നേറ്റു. ജിത്തുവിനൊപ്പം പാർത്തിയും വിങ്ങുന്ന ഹൃദയവുമായി അലോഷിയും കൂടി വന്ന് നിന്നതും ഡോക്ടർ എന്തോ പറയാനെന്ന പോൽ മുന്നോട്ടെടുത്തു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആസ് ഓഫ് നൗ ഷീ ഈസ് ഓക്കെ. കൂടുതൽ എന്തേലും പറയണമെങ്കിൽ 24 മണിക്കൂർ കഴിയണം. പ്രേ ഫോർ ഹെർ. പറഞ്ഞില്ലേ എന്നാ പറഞ്ഞില്ല. അങ്ങനെയൊരു സിറ്റുവേഷനിൽ നിർത്തി ഡോക്ടർ പോയതും എല്ലാവരുടെയും ശ്രദ്ധ കാത്തുവിലായി. മായ വിങ്ങലോടെ നെഞ്ചിൽ കൈവച്ച് നിൽപ്പുണ്ട്. അന്നയും അതെ. എന്തെന്നില്ലാത്ത വേദന തോന്നിയവൾക്ക് ആർക്കും അധികം ഹോപ്പ് കൊടുക്കാതെ മാത്രമേ ഡോക്ടർ സംസാരിക്കുള്ളൂ. നിങ്ങളോടും അങ്ങനെ സംസാരിച്ചു എന്ന് മാത്രം. കുഞ്ഞ് ഓക്കെയാണ്. ഞാൻ കണ്ടിട്ടല്ലേ വരണേ. പിന്നെയും കണ്ണുനീർ പൊഴിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ ഒരുപോലെ പിടിച്ച് കാത്തു പറഞ്ഞു. ആരെയാണ് സമാധാനിപ്പിക്കേണ്ടത് എന്നവൾക്ക് അറിയുമായിരുന്നില്ല. ജന്മം നൽകിയ പെണ്ണൊരുത്തിക്ക് സമമായി ജീവൻ നൽകാനും തയ്യാറായി മറ്റൊരാൾ നിൽക്കുമ്പോൾ മൂന്നാമതൊരാൾക്ക് അതൊരു പ്രയാസമേറിയ കാര്യം തന്നെയാണ്. കാത്തുവിൻ്റെ നിസ്സഹായമായ നിൽപ്പ് കാണെ പാർത്തി അന്നയുടെ തോളിൽ പിടിച്ച് അവളുമായി അപ്പുറത്തുള്ളൊരു സീറ്റിൽ പോയിരുന്നു. അപ്പോഴേക്കും മായയെ സമാധാനിപ്പിച്ചുകൊണ്ട് ജിത്തുവും അവൾക്കടുത്തായി വന്നു. ജിത്തുവിൻ്റെ തോളിൽ തലവെച്ച് കണ്ണടച്ച് കിടക്കുന്ന മായയെ നോക്കി നിൽക്കുമ്പോഴാണ് കാത്തു അലോഷിയെ ശ്രദ്ധിക്കുന്നത്. രാവിലെ കണ്ടതുപോലല്ല ആകെ മാറിയിട്ടുള്ളവൻ്റെ മുഖത്തിൻ്റെ കാരണം അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല. ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് തന്നെ അവൻ അടുത്തേക്ക് നടക്കുന്നതിന് മുന്നേ അവൾക്ക് തിരികെ കയറേണ്ടി വന്നിരുന്നു. ഇച്ചായനിതെന്ത് ഭാവിച്ച? അലോഷിയുടെ മുറിയാകെ വാരി വലിച്ചിട്ട് തിരിയുന്ന അലക്സിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചവൾ അമർഷത്തോടെ ചോദിക്കെ അവനൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. മോർ നിൽക്കുടി മോളെ. അവളെ തല്ലിമാറ്റി അലക്സ് വീണ്ടും അവൻ്റെ പണി തുടർന്നു. പൂർണ്ണമായി വിട്ടുമാറാത്ത കാലിൻ്റെയും നടുവിൻ്റെയും വേദന അവൻ്റെ തള്ളലിൽ ജോഷുവയിൽ ഒരു തരിപ്പ് സൃഷ്ടിച്ചു. നാളുകൾക്ക് ശേഷം വന്നു കയറിയ അലക്സ് എന്തോ കാരണം പറഞ്ഞ് ജേക്കബിനെയും ലില്ലിയെയും വീട്ടിൽ നിന്ന് മാറ്റിയപ്പോഴേ സംശയം തോന്നിയിരുന്നു. ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ നേരെ വന്നത് അലോഷിയുടെ മുറിയിലാണ്. വന്നപാടെ അവൻ്റെ റൂമാകെ വലിച്ചു വാരിയിടുന്നത് കണ്ട് ജോഷുവയ്ക്ക് ആദ്യം തോന്നിയ പകപ്പ് വിട്ട് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു നോക്കിയതാണവൾ. ജോഷുവ അവൻ്റെ പ്രവൃത്തികൾ തറഞ്ഞ മേകളോടെ നോക്കി നിന്നു. ആകെ മാറ്റം വന്നിരിക്കുന്നവനെ ജോഷുവ ഉള്ളിലെ ആദ്യോടെ നോക്കി. മുഖമാകെ മാറിയിരിക്കുന്നു. സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ ആ മാറ്റം അറിയുന്നുമുണ്ട്. അവൾക്കാകെ പേടി തോന്നി. ഒപ്പം തന്നെ കുറച്ച് ദിനങ്ങളായി ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജും ഓർക്കെ ജോഷുവയ്ക്ക് ഉള്ളിൽ നിന്നൊരു ആന്തൽ തോന്നി. യെസ്. തിരച്ചിലിനൊടുവിൽ എന്തോ കിട്ടിയതുപോലെ അലക്സിൻ്റെ മുഖം വിടർന്നു. കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് തിരിച്ചും മറിച്ചും നോക്കി അലക്സ് കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി. അവൻ്റെ മുഖം അത്ര കണ്ട് വിടരുന്നത് കാണെ തെല്ലൊരു പതർച്ചയോടെ ജോഷുവ അവനടുത്തേക്ക് വന്നു. കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നോക്കി. വീടും സ്വത്തുക്കളും അലോഷിയുടെ പേരിൽ ഉടമപ്പെടുത്തിയതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആയിരുന്നവ. ഇച്ചായ. ജോഷുവ ഞെട്ടലിൽ അവനെ തടയാനെന്നപ്പോൾ വിളിച്ചു. ഷ്. നിന്റെ നാവ് എനിക്കെതിരിൽ ചലിക്കില്ലെന്നറിയാം. ചലിക്കരുത്. ഭീഷണി സ്വരത്തിൽ അലക്സ് മുരണ്ടു. ജോഷുവയുടെ കണ്ണിൽ ആദ്യമായി അവനോടൊരു ഭയം പൊട്ടിമുളക്കുന്നത് കാണെ അലക്സ് കണ്ണടച്ച് നെറ്റി തിരുമ്പി. ജോഷുവയെ തനിക്കെതിരിൽ തിരിക്കുന്നത് നല്ലതിനാവില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ അലക്സ് അവൻ്റെ ദേഷ്യം ഉള്ളിലടക്കി. ജോ അന്നയെ പോലെയല്ല ജോഷുവ. ജോ മോളെ, നമ്മൾ ജയിക്കാൻ പോവാടാ. ഞാൻ പറഞ്ഞില്ലേ, അവനെ വീഴ്ത്താനുള്ള എന്തേലും ഒരു പഴുതായിട്ടേ ഇച്ചായനിനി വരുള്ളൂന്ന്. അതാ ഇതിനാ അത്. കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഉയർത്തിക്കാട്ടി അവളുടെ കവളിൽ മൃദുവായി അവനൊന്ന് തലോടി. ജോഷുവ ഇപ്പോഴും അവനെ ഉറ്റുനോക്കുകയായിരുന്നു. അലക്സിൻ്റെ ഈ ഭാവങ്ങളൊക്കെ അവളെ വല്ലാതെ ഉലക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പേരിലുള്ള ഡോക്യുമെൻറ്റ്സ് അവൻ്റെ അനുവാദമില്ലാതെ എങ്ങനെ നമുക്ക് കിട്ടുമെന്നല്ലേ നീ ചിന്തിക്കുന്നത്? കിട്ടും ജോ, നമുക്ക് കിട്ടും. അതിനുള്ള ഒരു പാർട്ടി എൻ്റെ മുന്നിൽ വന്ന് ചാടിയിട്ടുണ്ട്. അലക്സ് ഏതോ ഓർമ്മയിൽ പുഞ്ചിരിച്ചു. ജോഷുവ കണ്ണെടുക്കാതെ അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ നോക്കി. അവരൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ ഇറങ്ങുവാണേ. നീ റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്ക്. പറഞ്ഞുകൊണ്ട് ധൃതിയിൽ മുന്നോട്ട് നടക്കുന്നവനെ ജോഷുവ വല്ലാത്തൊരവസ്ഥയിൽ നോക്കി നിന്നു. സ്വത്തിനോടുള്ള അവൻ്റെ ഭ്രമം തന്നെയാണ് അവനെ സ്വന്തമാക്കാൻ അവൾ കണ്ടെത്തിയ വഴി. അതേ സ്വത്തിനോടുള്ള ഭ്രമം കൊണ്ട് അവളെ ചതിക്കുവാനും അവൻ തയ്യാറായി എന്നവൾക്ക് അന്നേരം മനസ്സിലായിരുന്നില്ല. ജിത്ത്.
ഫോണിലൂടെ ഒഴുകിയെത്തിയ ആ സ്വരം ജിത്തുവിനെ ഒറ്റ നിമിഷം കൊണ്ടവൻ്റെ കോളേജ് കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. നല്ല നിമിഷങ്ങൾ, അവളുടെ കൊഞ്ചൽ, പരിഭവം, പിണക്കം എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ടവൻ്റെ കൺമുന്നിലൂടെ തെളിഞ്ഞു. സായൂജ് കണ്ണുകൾ മുറുക്കിയടച്ചൊന്നു തുറന്നു. ഹോസ്പിറ്റലിലാണ് അവരെല്ലാം ഇപ്പോഴും. രാത്രി അവിടെയുള്ള 2 റൂം കാത്തു തന്നെ എടുത്തു കൊടുത്തിരുന്നു. അന്നയോടും പാർത്തിയോടും തിരികെ പോകാൻ പറഞ്ഞെങ്കിലും ഇരുവരും പോകാൻ കൂട്ടാക്കിയില്ല. കാത്തുകൂടി നൈറ്റ് ഡ്യൂട്ടി വാങ്ങിയതോടെ എല്ലാവരും അന്നവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് കരുതി. അലോഷിയും പാർത്തിയും ഫുഡ് വാങ്ങാൻ പോയപ്പോൾ മായക്കും അന്നയ്ക്കും തന്നെ കൂട്ടുനിർത്തിയിട്ട് പോയതാണ്. സായൂജ് ഫോൺ ചെവിയിൽ വെച്ച് ഇരുവരെയും നോക്കി. മായ കണ്ണടച്ചെന്തോ മന്ത്രം ജപിക്കുന്നുണ്ട്. അന്ന പാർത്തിയുടെ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നു. അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് റൂം തുറന്ന് പുറത്തേക്കിറങ്ങി. ജിത്ത്. പിന്നെയും അവളുടെ സ്വരം. ഓരോ വട്ടവും അതിങ്ങനെ നെഞ്ചിൽ തറക്കുന്ന മുള്ളുപോലെ അവന് തോന്നി. കുഞ്ഞിക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒബ്സർവേഷനിൽ തന്നെയാണ്. മറുപുറത്ത് മൂളൽ. പിന്നെയൊരു കനത്ത നിശബ്ദതയായിരുന്നു. സായുജ് അവളുടെ ഉയർന്നു കേൾക്കുന്ന നിശ്വാസം കാതോർത്തു. ഓർമ്മിക്കാൻ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന നല്ല നിമിഷങ്ങളോടൊപ്പം ആ നിമിഷവും ഉള്ളിൽ നിറച്ചു. ജിത്ത്. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിയെ വാർഡിലേക്ക് മാറ്റുമെങ്കിൽ ഞാൻ അറിയിക്കാം. ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി. ഞാൻ ജിത്തിനെ കാണുന്ന കാര്യമാണ് പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം അവളുടെ പരിഭവം നിറഞ്ഞ സ്വരം. ജിത്ത് ഉള്ളുതൊട്ടൊന്ന് പുഞ്ചിരിച്ചു. ഒപ്പം ഇരുവരുടെയും കണ്ണിൽ നനവൂറി. എവിടെ വരണം? ഇവിടെ, എൻ്റെ വീട്ടിൽ. നിമ്മിയുടെ ശബ്ദത്തിൽ പെട്ടെന്നൊരു മാറ്റം. സായുജിൻ്റെ ശബ്ദം ഒരു വേള ആ കോറിഡോറിൽ പ്രതിധ്വനിക്കും പോലെ ഉയർന്നു. വന്നാൽ മാത്രം പോരാ, കൂടെ കൊണ്ടുപോകണമെന്നെ. നീ എന്തൊക്കെയാ? അമ്മക്കൊന്നും വരില്ല ജിത്ത്. അന്ന് വന്നാൽ നിനക്കൊപ്പം ഞാനും നിന്റെ അമ്മയും ഉണ്ടാവും. അല്ലെന്നാണേൽ പിന്നെയൊരിക്കൽ നിന്റെ നിംസിനെ നീ കാണില്ല, മരിക്കില്ല. പക്ഷെ മറക്കാൻ കഴിയുമെനിക്ക്. നിമ്മിയുടെ ശബ്ദം അടഞ്ഞു പോയിരുന്നു. മറുപടി കാക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്യുമ്പോഴും തുടർന്ന് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും അവൻ നാളെ വരുമെന്നവൾ ഉറച്ചു വിശ്വസിച്ചു. വരും ജിത്ത്, വരും. നീ വരുമെന്നെനിക്കറിയാം ജിത്ത്. പക്ഷെ വന്നാലും ഇനി ഒരിക്കലും എനിക്ക് നിനക്കൊപ്പം ജീവിക്കാൻ കഴിയില്ല. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ബെഡിലേക്ക് മറിയുമ്പോൾ നിമ്മിയുടെ കണ്ണുകൾ സാഗരം പോൽ ഒഴുകുന്നുണ്ടായിരുന്നു. മായി. തളർന്ന കുഞ്ഞിയുടെ ശബ്ദം. മായ ഓടിയെടുത്തവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു ചേർത്തു. 4 ദിവസങ്ങൾക്കപ്പുറമാണ് സേറയെ ഒരു നോക്ക് കാണാനുള്ള അവസരമെങ്കിലും മായക്ക് കിട്ടിയത്. പിന്നെയും ദിവസങ്ങൾ വേണ്ടി വന്നു ഇതുപോലെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. അവളുടെ മുഖമാകെ ചുംബനം കൊണ്ട് മൂടുമ്പോൾ അത്രയും നാൾ അവൾ അനുഭവിച്ച വേദനയ്ക്ക് ഒരു ശമനം വരുന്നത് പോലെ തോന്നി. മാ. നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചിരിക്കുന്നവളുടെ നാവ് അങ്ങനെ ചലിച്ചതുമാണ് സേറയെ കാണാൻ തന്നോടൊപ്പം അന്നയും കയറിയ കാര്യം പോലും മായ ഓർക്കുന്നത്. പെട്ടെന്ന് അന്നയെ തിരിച്ചു നോക്കി. സേറ കൈകൊട്ടി വിളിക്കുന്നുണ്ടെങ്കിലും അടുത്തേക്ക് വരാതെ മാറി കണ്ണു നിറച്ച് നിൽക്കുന്നുണ്ട്. മായ കുഞ്ഞിയെ പതിയെ ബെഡിലേക്ക് കിടത്തി മാറിക്കൊടുത്തു. അന്ന അവളെ തന്നിലുമധികം ചേർത്ത് പിടിക്കുന്നതും ചുംബനം നൽകുന്നതും താലോലിക്കുന്നതും നോക്കി നിൽക്കെ മായയുടെ മിഴികൾ സന്തോഷം കൊണ്ട് തിളങ്ങി. ജറിച്ച, ദേ ഇതൊന്ന് നോക്കിക്കേ. എനിക്കിത് അറിയാൻ പാടില്ല. ഓവനിൽ ഏതൊക്കെയോ സ്വിച്ച് പ്രസ് ചെയ്തതും എന്തോ സൗണ്ട് കേട്ടതും മായ പേടിയോടെ ജെറിയെ നോക്കി. വർഷം കുറച്ചായില്ലടി നീ എൻ്റെ കൂടെ, എന്നിട്ടും ഇതൊന്നും പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ നാണക്കേട്. ഓ പിന്നെ, നിങ്ങൾ ഇത്രനാളും ഓവൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നല്ലേ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. മായ മുഖം വീർപ്പിച്ച് ബേബി ബെഡിൽ കിടന്ന കുഞ്ഞിയെ കയ്യിലെടുത്തു. കുഞ്ഞിയുടെ ഫേവാണ് കേക്ക്. എപ്പോഴും പുറത്തുനിന്ന് വാങ്ങാൻ മടിച്ച് ഇന്നലെയാണ് പുതുതായി ഒരു ഓവൻ വാങ്ങിയത്. അത് അറിയില്ലെന്ന് പറഞ്ഞതിനാ ഈ ഡയലോഗ്. മായ ചുണ്ടുകോട്ടി തിരിഞ്ഞിരുന്നു. എൻ്റെ മായമ്മോ, ഞാൻ അതാണോ ഉദ്ദേശിച്ചത്? ഞാൻ ഇല്ലാണ്ടായാൽ നീ എന്ത് ചെയ്യുമെന്നല്ലേ? ജെറിച്ചൻ ഉള്ളപ്പോൾ ഇതൊക്കെ ചെയ്താൽ മതിയെന്ന് വെക്കും ഞാൻ. മായ അവൻ്റെ കൈത്തണ്ടയിൽ തട്ടി മാറ്റി. ജെറിയൊരു ചിരിയോടെ അവളെ പിന്നിൽ നിന്ന് പുണർന്നു പിടിച്ചു. തോളിൽ താടി മുട്ടിച്ചു വെച്ചു. അവളുടെ മാറിൽ മുഖം വെച്ച് പാല് കുടിക്കുന്ന കുഞ്ഞിയെ ഒരു കൈയെടുത്ത് തലോടി മായയോട് കൂടുതൽ ചേർന്നു. ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഇട്ടിട്ട് പോയാൽ നീ എന്ത് ചെയ്യും എൻ്റെ പെണ്ണെ? അറിയാനൊരാഗ്രഹം തോന്നി അവന്. മുഖം വീർപ്പിച്ച് പിടിക്കുന്നവളെ കാണാൻ. ചുണ്ട് വിതുമ്പി അങ്ങനെയൊന്നും പറയല്ലേ ജെറിച്ച എന്ന് പറയുന്നവളെ കാണാൻ അവനേറെ മോഹം തോന്നി. പോയാ പോട്ടേന്ന് വെക്കും. അല്ലാണ്ടിപ്പോൾ ഞാൻ എന്തോ ചെയ്യാനാ? ഓഹോ, അങ്ങനെയാണോ? അതെ, അങ്ങനെയാ. ജെറി പിണക്കത്തോടെ മുഖം മാറ്റിയത്. മായ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവളുടെ കൈ അവൻ്റെ മുടിയിൽ കുരുത്തു. വീണ്ടും അവളുടെ തോളിൽ തന്നെ വെച്ചു. എൻ്റെ ജെറിച്ചൻ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാടാ പൊട്ട ജീവിക്കാൻ? എവിടെയാണേലും കൂടെ വരും പോരെ? അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞോടി അവളെ എന്തോ ചെയ്യും? ജെറി പുഞ്ചിരിയോടെ ചോദിക്കെ മായയും ചിന്തയിലാണ്ടു.
എന്നേക്കാൾ നന്നായി ഇവളെ നോക്കുന്ന ഒരാളെ എന്ന് കണ്ടു കിട്ടുന്നുവോ അന്ന് വരും ഞാൻ. മായ അലങ്കാരികമായി പറഞ്ഞതും ജെറി പൊട്ടിച്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ മുത്തി. മാറിൽ നിന്ന് മുഖമുയർത്തി വന്ന കുഞ്ഞിപ്പെണ്ണ് കൂടിയ ചിരിയിൽ പങ്കുചേർന്നത് മായ അത്രയും സ്നേഹത്തോടെ ഇരുവരെയും പൊതിഞ്ഞു പിടിച്ചു. മായയുടെ ചുണ്ടില പഴയ പുഞ്ചിരി നിറഞ്ഞു. അന്നയുടെ മാറിൽ പതുങ്ങിയിരുന്ന് എന്തോ കാര്യമായി പറയുന്ന സേറയെ കണ്ണെടുക്കാതെ നോക്കി മായ കണ്ണുകൾ അടച്ചുപിടിച്ചു. ഉൾക്കണ്ണിൽ അവൾ കണ്ടു ദൂരെ, അങ്ങ് ദൂരെ നിന്ന് തന്നെ മാടി വിളിക്കുന്ന ജെറിച്ച. ഹൃദയം ഉരവിട്ട ആ പേര് നാവുകളിലേക്ക് എത്തുന്നതിനു മുന്നേ മായയുടെ ശരീരമൊരു തൂവൽ കണക്കെ താഴേക്ക് ഊർന്നു വീണു. ഫോൺ ശബ്ദിക്കുന്നത് കേട്ട് സായുജ് കണ്ണിന് കുറുകെ വെച്ചിരുന്ന കൈയെടുത്ത് മാറ്റി ഫോണിലേക്ക് നോക്കി. നിമ്മിയാണ്. ഫോൺ സൈഡ് ബട്ടൺ പ്രസ് ചെയ്ത് സൈലന്റിലാക്കി സായുജ് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ച് നീക്കി ബാത്റൂമിലേക്ക് നടന്നു. മായ മരിച്ചിട്ട് ഇന്നേക്ക് 16-ാം ദിവസമാണ്. ഈ കഴിഞ്ഞ ദിനങ്ങൾ നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അവളുടെ വിയോഗം ഓരോരുത്തരെയും അത്രയും ആഴത്തിൽ ബാധിച്ചിരുന്നു. അവളുടെ മരണം ഏറ്റവും ബാധിച്ചത് അലോഷ്യയായിരുന്നു. മായയുടെ ആയുസ് എണ്ണപ്പെട്ടതാണ് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോഴും അങ്ങനെയൊന്നും നടക്കരുത് എന്ന് എല്ലാവരും ഒരുപോലെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അലോഷ്യയിൽ മാത്രം മറുത്തൊരു ചിന്ത വന്നു എന്നുള്ളത് ദേശത്തേക്കാൾ കൂടുതൽ ഞെട്ടൽ സമ്മാനിച്ചു. ആ കാരണം കൊണ്ട് തന്നെയാവണം മായയുടെ മരണം അവനെ തളർത്തിക്കളഞ്ഞതും. കുറ്റബോധം കാരണം അവൻ എന്തൊക്കെയാണ് അന്ന് പ്രവർത്തിച്ചു കൂട്ടിയതെന്ന് നിശ്ചയമില്ല. അവനെ സമാധാനിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും കാത്തുവും അന്നയും വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. സേറയിൽ പതിവിലും വിപരീതമായി വല്ലാത്തൊരു വാശി അന്നും അതിനെ തുടർന്നുള്ള കുറച്ചധികം ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയും അവളെ മയപ്പെടുത്താൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു അന്ന. ഒപ്പം പ്രിയയും കാത്തുവും. ഇടയ്ക്ക് 1-2 ദിവസം വല്ലാത്ത കരച്ചിൽ കാരണം പനി വന്നതിൽ തുടർന്ന് ഹോസ്പിറ്റലിലായിരുന്നു എല്ലാവരും. എല്ലാം കഴിഞ്ഞൊന്ന് പഴയപടി ആയതും ഈ കഴിഞ്ഞ 2 ദിവസത്തിലാണ്. ഇന്നിപ്പോൾ മായയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു കാത്തുവിൻ്റെ വീട്ടിൽ വെച്ച്. മായയെ കാത്തുവിൻ്റെ നിർബന്ധപ്രകാരം ജെറിയുടെ അടുത്ത് തന്നെയാണ് അടക്കിയത്. മരണത്തിലും അവരൊന്നിച്ചു മതിയെന്ന് കാത്തുവിൻ്റെ തീരുമാനം തന്നെയായിരുന്നു. ഓരോന്നോർത്ത് നിന്നപ്പോൾ തന്നെ വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നത്. ഇപ്രാവശ്യം സൈലൻ്റ് ആക്കാൻ നിന്നില്ല. കോൾ കണക്ട് ചെയ്ത് ചെവിയിലേക്ക് ചേർത്തു. വരാം. അത്രമാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തവൻ വേഷം മാറി പുറത്തിറങ്ങുന്നതിന് മുന്നേ കണ്ടു ബെഡിൽ കിടന്ന് പുറത്തേക്ക് നോക്കുന്ന അമ്മയെ. ജനാല വഴി പുറത്തേക്ക് മിഴികൾ ചലിപ്പിച്ച് കിടക്കുന്നുണ്ട്. സായുജ് നടന്നു ചെന്നവരുടെ അടുത്ത് കിടന്നു. അടുത്ത ആരുടെയോ സാമീപ്യം അറിഞ്ഞ് തലചെരിച്ചവർ നോക്കുമ്പോഴേക്കും കൊച്ചു കുഞ്ഞിനെ പോലവൻ അവരുടെ നെഞ്ചിൽ പതുങ്ങിയിരുന്നു. ജിത്തൂട്ടാ. സ്നേഹത്തോടെ അവരുടെ കൈകൾ നെറുകിൽ തലോടി അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. നെഞ്ചിൻ്റെ ഭാഗത്ത് നനവ് പടർന്നതും അവരൊരു പതർച്ചയോടെ വ്യാകുലതയോടെ അവൻ്റെ മുഖമുയർത്തി. എന്താ മോനെ, എന്ത് പറ്റി? നിംസ് വിളിച്ചിരുന്നമ്മ. കഴിയണില്ല, എനിക്ക് മറക്കാൻ, ഉപേക്ഷിക്കാൻ പറ്റണില്ല. പക്ഷെ പേടിയാ. കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ വിതുമ്പിയതും അവൻ്റെ അമ്മ നിറമിഴിയാലെ ഒന്ന് ചിരിച്ചു. പതിയെ കുനിഞ്ഞവൻ്റെ നെറ്റിമേൽ മുത്തി. പോയി കൊണ്ടുവാ, അമ്മ കാത്തിരിക്കും. സായുജ് വിങ്ങുന്ന ഹൃദയവുമായി അവരുടെ മാറിൽ പതുങ്ങി. താൻ കാരണം വേദന തിന്നേണ്ടി വന്ന ജന്മം ഇനിയും വേദനിക്കേണ്ടി വരരുതെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നത്. അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവളുടെ അച്ഛനായതുകൊണ്ടും ഞങ്ങളുടെ പ്രണയമായതുകൊണ്ടും അവളെ സ്വീകരിച്ച് ഇനിയും അമ്മയെ വിഷമിപ്പിക്കാൻ തോന്നിയിരുന്നില്ല. അമ്മയേക്കാൾ വലുതല്ല അവളെന്ന ചിന്ത മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അങ്ങനെയല്ല. തനിക്ക് അമ്മയോളം വിലപ്പെട്ടത് തന്നെയാണവളും. അവളില്ലായ്മയിൽ താൻ അപൂർണനാണ്. സായുജ് കണ്ണു തുടച്ചെഴുന്നേറ്റു. എന്തിൻ്റെ പേരിലാണെങ്കിലും അവളെ താനിന് ഉപേക്ഷിക്കില്ല എന്നവൻ ഉറപ്പിച്ചിരുന്നു. കുളിച്ചിറങ്ങി കാത്തു റൂമിലേക്ക് വരുമ്പോഴും അലോഷി ഉറക്കം തന്നെയാണ്. ഇന്നലെ പ്രാർത്ഥന കഴിഞ്ഞ് ഒത്തിരി രാത്രിയായിരുന്നു. വന്ന് കിടക്കുമ്പോൾ കിടന്ന പാടെ ഉറങ്ങിപ്പോയതാണ്. പുറമേ കാണുന്ന ബിൽഡപ്പ് മാത്രമേ ആളിലുള്ളൂ. ഉള്ളുകൊണ്ട് വല്ലാതെ ലോലനാണ്. അതുമായ മരിച്ചു തുടർന്നുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ മനസ്സിലായത്. അവനെ ഒന്ന് നോക്കി കണ്ണാടിയുടെ മുന്നിൽ പോയി. തലയിൽ ചുറ്റിയിരിക്കുന്ന തോർത്ത് അയച്ച് മുടി വിടർത്തി ഇട്ടപ്പോഴേക്കും അലോഷിയുടെ അടുത്ത് കിടന്ന കാത്തുവിൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി.